നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ നഷ്ട സാധുത വേദവാക്യങ്ങൾ എന്ന് വെച്ചാൽ ബൈബിളിലെ പല പുസ്തകങ്ങളിലും ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന വേദഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായി അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നിന്നാണ് ചില വേദഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് എപ്രകാരം ഒരു വിശ്വാസിയുടെ രക്ഷ ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് പ്രസ്തുത പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അതിൽ ഏറ്റവും കൂടുതലായി പഠിച്ചത് എഫേസോസിലെ വിശുദ്ധന്മാരുടെ നാശത്തെക്കുറിച്ചാണ്. ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാനത് സംബന്ധിച്ച് കുറ്റക്കാരനായിരിക്കുകയില്ല എന്ന് പൗലൂസ് പറഞ്ഞ് എഫേസോസിലെ മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്ന വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ഇന്ന് മുതല് റോമാലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റോമാലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അത്തരം വേദഭാഗങ്ങളിലെ ഒരു വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് വളരെ വ്യക്തമായി പറയുന്നു. ആൽബാമിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല എന്നുള്ള നിലയിൽ ഈ വാക്യം വളരെ ശ്രദ്ധിക്കണം. പൗലോസ് പറയാൻ നൗ therefore there is no condemnation to them that are in Christ Jesus. ഈ വിഷയം വളരെ കൂലങ്കഷമായി ഗൗരവമായി പഠിക്കേണ്ട ഒന്നാണ്. രക്ഷയുടെ ഉറപ്പിനു വേണ്ടി സർവ്വസാധാരണയായി പറയപ്പെടുന്ന വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഇനി ഒരു ശിക്ഷാവധിയില്ല എന്നുള്ളത് അത്യന്തം ഉറപ്പോട് പ്രഖ്യാപിക്കുന്ന വാക്യം. എന്നാൽ ചില ആളുകൾ ഈ വാക്യം എടുത്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അതില് അവർ പറയുന്ന വിഷയം, അതുകൊണ്ട് ഇപ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ഇങ്ങനെയും അത് തർജ്ജമ ചെയ്യാം. ഗ്രീക്കിലെ ഈ വാക്യഭാഗം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ. എന്നാൽ ഗ്രീക്കിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരു ചെറിയ വ്യതിയാനം ഉള്ളതുപോലെ നമുക്ക് തോന്നും. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ക്രിസ്തുവേശുള്ളവർക്ക് ഒരു കണ്ടീഷണൽ സാൽവേഷൻ, വ്യവസ്ഥാപിതമായിരിക്കുന്ന രക്ഷാപദ്ധതി എന്ന് തോന്നിപ്പോത്തക്ക നിലയിലുള്ള വാക്യാംശമാണ് ഇത്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ക്രിസ്തുവേശുള്ളവർ. റോമാലേഖന 7-ഉം 8-ഉം അധ്യായങ്ങൾ, 6-ഉം 7-ഉം 8-ഉം അധ്യായങ്ങൾ പരസ്പര നിബദ്ധിത അധ്യായങ്ങളാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. 6-ാം അധ്യായത്തിൽ ഒരു പാപി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ ചേർക്കപ്പെടുന്ന വിശ്വാസി കർത്താവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നിവയോട് ഏകീഭവിക്കുകയും ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളായി തീരുകയും ചെയ്യുന്നു. ഇതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ പ്രമേയം. അവിടെ വരുമ്പോൾ the believing sinner is identified with the death, burial and resurrection of our Lord Jesus Christ by the baptism of the Holy Spirit. ഇത് വളരെ വ്യക്തമായി 6-ാം അധ്യായത്തിൽ പറയാം. അങ്ങനെ പറഞ്ഞ ശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ പ്രമാണത്തിൽ ഞെരുക്കപ്പെടുന്ന വിശ്വാസി കാണുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. റോമാലേഖന 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള വിശ്വാസി 7-ാം അധ്യായത്തിൽ എങ്ങനെയാണ് പാപത്തിന്റെ പ്രമാണത്താൽ ഞെരുക്കപ്പെടുന്നത്? 4 കാര്യങ്ങൾ അവിടെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 20 സ്വയങ്ങൾ, അതായത് 2 ഈഗോസ്, 20 പ്രമാണങ്ങൾ, 2 ലോസ്, 20 അടിമത്വങ്ങൾ, 2 സ്ലേവറീസ്, 20 കരച്ചിലുകൾ, 2 ക്രൈസ്. അതിലെ
ഇവിടെ പറയപ്പെടുന്ന പാപത്തിന്റെ പ്രമാണം, 2 ദൈവത്തിന്റെ പ്രമാണം. പാപത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് നമുക്ക് ആദാമിൽ നിന്ന് പകരപ്പെട്ട് കിട്ടിയ പ്രകൃതി സ്വഭാവമാണ്. എല്ലാ മനുഷ്യരിലും ഈ സ്വഭാവമുണ്ട്. ഒരു കുഞ്ഞ് അത് വളർച്ച പ്രാപിച്ച് വരുന്തോറും ഈ പാപത്തിന്റെ പ്രമാണം അതിന്റെ ജീവിതശൈലിയിൽ കൂടി പ്രാവർത്തികമായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളാരും അവരെ അനുസരണക്കേട് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അനുസരണക്കേട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ബിക്കോസ് ദിസ് ഇൻ നേച്ചർ ഈസ് ഓൾറെഡി ഇൻ ദ ചൈൽഡ്. പാപത്തിന്റെ ഈ പ്രകൃതം അല്ലെങ്കിൽ ഈ പ്രമാണം ആ ശിശുവിലുണ്ട്. പൗലോസനെ പറയുന്നു, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നെ കൊണ്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ 7-ാം അധ്യായത്തിൽ ഈ പാപത്തിന്റെ പ്രമാണത്തിലുള്ള സമ്പൂർണമായ വിടുതൽ ക്രിസ്തുവിലുണ്ട് എന്ന് പറഞ്ഞ് പൗലൂസ് സ്തോത്രം ചെയ്യുകയാണ്. കാരണം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വരുമ്പോൾ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവിക്കും എന്ന് പൗലൂസ് വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവിക്കും. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം അധ്യായത്തിൽ പൗലൂസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച ഒരു വ്യക്തിക്ക് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ശാശ്വതമായ വിടുതലുണ്ട്. അവന് യേശു ക്രിസ്തുവിൽ സുരക്ഷിതനാണ് എന്ന് പറയുന്നു. അത് പറഞ്ഞിട്ടാണ് 8-ാം അധ്യായം അപ്പോസ്തലൻ എഴുതുന്നത്. 6-ാം അധ്യായത്തിൽ വിശ്വാസിയെ ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുന്നു. 7-ൽ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ജയാളിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയാം 8-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ഈ അധ്യായങ്ങളുടെ സീക്വൻസും അതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. ദ കണക്ടിങ് മീനിങ് മനസ്സിലാക്കണം. 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീഭവിച്ച വിശ്വാസികൾ 7-ാം അധ്യായത്തിൽ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, നൗ there is therefore no condemnation to them that are in Christ Jesus. അതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് ഏകീഭവിച്ച പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വിശ്വാസികൾക്ക് എന്തില്ല? ഇനി ഒരു ശിക്ഷാവധിയും ഇല്ല എന്നായി പറഞ്ഞ അർത്ഥം. അപ്പൊ പുതിയ വിശ്വാസികൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വാക്യം ഗ്രീക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് തർജ്ജമ ചിന്തിച്ചു പോകും. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ക്രിസ്തുവേശുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലായി തീർന്നാലും ജഡത്തെ അനുസരിച്ചാ ജീവിക്കുന്നെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ നരകശിക്ഷാവധിയിലേക്ക് പോകും, അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. റോമർ 7:23, 1 Corinthians 3:8 ഈ വിധം കാണുന്നതിനുള്ള ജഡീയ വിശ്വാസികളെ ജഡത്തെ അനുസരിക്കുന്നവർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണെങ്കിലും ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ധാരാളം വിശ്വാസികൾ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഗുരുതരമായ തെറ്റുകൾ പലപ്പോഴും ചെയ്തു പോകാൻ സാധ്യതയുള്ളവരാണ്. കാര്യം ജഡത്തിന്റെ ആലോചനയ്ക്കാണ് അവർ ജീവിക്കുന്നത്, സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ബാലശിക്ഷ ഉണ്ടാകും. അതെവിടെയാ പറയുന്നത്? റോമർ 8:12, 13, 1 Corinthians 11:32 വാക്യം. 1 Corinthians 11:32 തിരുവത്താഴത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വിശ്വാസിയുടെ സമീപനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതിന് ഹേതുവായി നിങ്ങൾ പലരും നിദ്ര കൊള്ളുന്നു, അനേക രോഗികളായിത്തീരുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വാസ്തവത്തില് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ അശുദ്ധിയോടുകൂടെ മറഞ്ഞിരിക്കുന്ന പാപത്തോടുകൂടെ കർത്താവിന്റെ താഴത്തിൽ പങ്കുകൊള്ളുന്ന വിശ്വാസികൾക്കുണ്ടാകുന്ന ബാധശിക്ഷയെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായും മരിക്കും നിശ്ചയം എന്നൊക്കെ രാത്രിയിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ആ മരണം എങ്ങനെയുള്ള മരണമാണ്? ബാലശിക്ഷയാൽ ലഭിക്കുന്ന ശരീരമരണമാണ്. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും അവന്റെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ആയുസ് കൊണ്ട് ദൈവത്തിന് ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ആ ആയുസിന്റെ അന്ത്യഭാഗം വരെയും അവൻ ജീവിച്ചിരുന്ന് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം എന്ന് കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് അവസരം ഉണ്ടാവാതെ അവന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളോ തെറ്റുകളോ അതിന് പരിഹാരം വരുത്താതെ അവൻ അതിന് പ്രകാരം മുമ്പോട്ട് ജീവിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു? അവൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനായി തീരുകയും കർത്താവ് അവനെ ബാലശിക്ഷ കഴിയുകയും ആ ബാലശിക്ഷ ചിലപ്പോൾ മരണം വരെ ഒരുവൻ എത്തിച്ചേരുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്.
എന്നാൽ അവർക്ക് ബാബിലോൺ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബാലശിക്ഷ ശുദ്ധീകരണത്തിനുള്ള ശിക്ഷയാണ്. അത് മരണം വരെ ആകാം. ഇവിടെ തർജ്ജമ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തർജ്ജമ ചെയ്യേണ്ടതാണ്. ഒരു ശിക്ഷാവിധിയും യേശു ക്രിസ്തുവിൽ. രക്ഷിക്കപ്പെട്ട ദൈവവേദൽ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ടും പാപത്തിന്റെ ശക്തിയുടെ ആ വ്യാപാരം ഇന്നും അവന്റെ ജഡശരീരമുള്ളത് കൊണ്ടും പാപം സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴും അവൻ യേശു ക്രിസ്തുവിലാണ്. അവനൊരു ശിക്ഷാവിധിയും ഇല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ശക്തമായ മഴ അതിന്റെ മേൽ പതിക്കുന്നു. പുറത്ത് ധാരാളം വെള്ളമുണ്ട്, വെള്ളം ശക്തമായി ഒഴുകുന്നു, മഴ നന്നായി ശക്തമായി പെയ്യുന്നു. അത് ശക്തിയോട് വന്ന് ആ വെള്ളത്തുള്ളികൾ കാറിന്റെ ബോഡിയിൽ പതിക്കുന്നു. അതിന്റെ ആരവ ശബ്ദവും നമുക്ക് കേൾക്കാം. പക്ഷേ കാറിന്റെ അകത്തിരിക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം പോലും അവരുടെ ദേഹത്ത് വീഴുകയില്ല. കാരണം അറിയാമോ, ആ മഴയുടെ തുള്ളികൾ മുഴുവൻ ഏൽക്കുന്നതും സഹിക്കുന്നതും ഈ കാറിന്റെ ബോഡിയും ടോപ്പുമാണ്, കാറിനകത്തിരിക്കുന്നവരല്ല. വി ആർ ബീൻ പ്രൊട്ടക്റ്റഡ് ബൈ ദ കാർ ബോഡി. കാർ ബോഡി നമ്മെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. നോഹയുടെ പെട്ടകവും അതിനൊരു നല്ല ഉദാഹരണമാണ്. നോഹയുടെ പെട്ടകത്തിൽ നോഹയും ഭാര്യയും തന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട്. ധാരാളം മൃഗങ്ങളും ജീവജാലങ്ങളും ജന്തുക്കളുമുണ്ട്, പറവുകളുമുണ്ട്. മഴ പെയ്തുകൊണ്ടിരുന്നു 150 ദിവസത്തോളം. അതിങ്ങനെ ഭൂമിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളം പൊങ്ങി അറാറത്തോളം അത് ഉയർന്നു. അവിടെ പെട്ടകം ഉറയ്ക്കുകയും ചെയ്തു. എന്നാൽ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ഭയാനകമായ ന്യായവിധിയുടെ പെരുമഴ മുഴുവൻ സഹിച്ചത് പെട്ടകമാണ്, പെട്ടകത്തിൽ ഉള്ളവരല്ല. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനായതുകൊണ്ട്, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നതായതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാൾക്ക് ഇനിയും ഒരു ശിക്ഷാവധിയും ഒരിക്കലും ഉണ്ടാവുകയില്ല. അവന്റെ ശിക്ഷാവധി നീങ്ങിയിരിക്കുന്നു. അപ്പോൾ റോമർ 8 1 വാക്യം, ഇപ്പോൾ വ്യവസ്ഥാപിതമായി യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ഇനി ഒരു ശിക്ഷാവിധി അല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായി അവരിൽ വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധി എന്ന് മാത്രമല്ല, അവർ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കും എന്നും കൂടിയാണ്. ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ചാണ് അവർ ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പ് എന്നും കൂടെ ഈ വേദഭാഗം കൊണ്ട് അപ്പോസ്തലൻ വ്യക്തമാക്കപ്പെടുകയാകുന്നു. ഇതിൽ ഏതെങ്കിലും അവ്യക്തത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. എന്റെ നമ്പർ തരുന്നുണ്ടല്ലോ, ഞാൻ മറുപടിയും തരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.